അടുത്തത് ഭരണം നക്ഷത്രം, അതായത് ഭരണി നക്ഷത്രം. ഭരണി നക്ഷത്രക്കാർ കൂടുതലും ആവേശഭരിതരായിരിക്കും. ഇവർക്ക് ക്യൂരിയോസിറ്റി കൂടുതലായിരിക്കും. അതുകൊണ്ട് ഇവർക്ക് സെൽഫ് കൺട്രോളും കുറച്ച് കമ്മിയായിരിക്കും. ക്യൂരിയോസിറ്റി കൂടിയതും കൊണ്ട് ഇവർ ഒരേ സമയം പല കാര്യങ്ങളും ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. ഇവർക്ക് വലിയ സ്വപ്നങ്ങളുണ്ടാവും, വലിയ കാര്യങ്ങൾ ഉദ്ദേശിച്ച് വെച്ചിട്ടുണ്ടാവും. ഇവർ നല്ല നീതിബോധം ഉള്ളവരാണ്. അതുകൊണ്ട് ഇവർക്ക് നല്ലതേത് ചീത്ത ഏത് എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ട് ഇവർക്കൊരു നേതാവാൻ സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾ ഒരു നേതാവല്ലെങ്കിലും നിങ്ങളുടെ കൂട്ടുകാരുടെ ഒരു കൂട്ടത്തിൽ നിങ്ങളായിരിക്കും കൂടുതൽ നേതാവായിട്ട് നിൽക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ക്വാളിറ്റി ഉണ്ടാവും. ഭരണി നക്ഷത്രക്കാർ പൊതുവെ ആർക്കും കീഴിൽ നിൽക്കാൻ ഇഷ്ടപ്പെടാത്തവരാണ്. അതുകൊണ്ട് ഇവരെപ്പോഴും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുകയും ചെയ്യും, അതിൽ സക്സസ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യും. ഏപ്രിൽ 1, 12, 22 ഈ 3 ദിവസങ്ങളിലും നിങ്ങൾക്ക് നല്ലൊരു ദിവസമാണ്. ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് പ്രമോഷൻ പ്രതീക്ഷിക്കാം, ധനലാഭം ഉണ്ടാവാം, പുതിയ അവസരങ്ങൾ വന്നു ചേരാം. ഏപ്രിൽ 7, 19 ഏപ്രിൽ 7ഉം 19 മാത്രമല്ല, മൊത്തത്തിൽ ഏപ്രിലിൽ ജോലി സ്ഥലത്ത് ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാക്കുക. ആരോടും തർക്കിക്കാൻ പോവാണ്ടിരിക്കുക. നിങ്ങൾക്ക് അവിടെ ജോലി പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. പ്രധാന തീരുമാനം എടുക്കുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും ധൈര്യമായിട്ട് മുന്നോട്ട് പോകും. പക്ഷേ ഏപ്രിൽ മാസത്തിൽ നിങ്ങൾക്ക് ഒരു ധൈര്യക്കുറവ് സാധ്യതയുണ്ട്. ധൈര്യത്തോടെ തന്നെ മുന്നോട്ട് പോവുക, മികച്ച മാർഗനിർദ്ദേശം തേടുക. ഭരണി നക്ഷത്രത്തിലുള്ളവർ സ്വന്തം ബിസിനസ് നടത്തുന്നവരാണെങ്കിൽ മാർക്കറ്റിംഗ്, കസ്റ്റമർ റിലേഷൻഷിപ്പ് നിങ്ങൾ കൂടുതലൊന്ന് ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. ഏപ്രിൽ 4, 14, 28 ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് സാമ്പത്തികം കൂടുതൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഏപ്രിൽ 9, 21 ഈ ദിവസങ്ങളിൽ സാമ്പത്തികം നിക്ഷേപിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. പണത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് സൂക്ഷ്മത വേണം. പെട്ടെന്ന് ആവേശത്തിൽ ഒന്നിലും ഇൻവെസ്റ്റ് ചെയ്യരുത്. ആകസ്മികമായിട്ട് വരുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യരുത്. ഏപ്രിൽ മാസത്തിൽ മാനസിക സമ്മർദ്ദം വർദ്ധിച്ചേക്കാം. ശാരീരികമായി ക്ഷീണം കൂടാനും സാധ്യത വളരെ കൂടുതലാണ്. ഏപ്രിൽ 6, 18 ഈ ദിവസങ്ങളിൽ ആരോഗ്യപരമായ തീരുമാനങ്ങൾ എടുക്കുന്നത് വളരെ അനുയോജ്യമാണ്. ഏപ്രിൽ 6ഉം 18 മാത്രമല്ല, ഏപ്രിൽ മാസത്തിൽ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുന്നത് ഉചിതമാണ്. ഏപ്രിൽ 5, 7, 27 ഈ ദിവസങ്ങളിൽ എല്ലാം കുടുംബ ബന്ധം മെച്ചപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ്. പ്രണയ ജീവിതം തികച്ചും നല്ലതായിരിക്കും. പക്ഷെ ഉറച്ച തീരുമാനം എടുക്കുമ്പോൾ ഒന്ന് ചിന്തിച്ച് വേണം നിങ്ങൾ തീരുമാനം എടുക്കാൻ. വാക്കുകൾ ശ്രദ്ധിക്കണം. ഭരണം നക്ഷത്രക്കാർ, അതായത് ഭരണി നക്ഷത്രക്കാർ സംസാരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് മുറിവേൽക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. മാതാപിതാക്കളോടും ഭാര്യയോടും കൂടുതൽ സമയം ചെലവഴിക്കുക. കുടുംബ ബന്ധം നന്നായി മെച്ചപ്പെടും. ചുവപ്പ്, പച്ച, മഞ്ഞ എന്നീ വസ്ത്രങ്ങൾ കൂടുതൽ ഏപ്രിൽ മാസത്തിൽ ഉപയോഗിക്കുക. നല്ല ഊർജം ലഭിക്കും. ചൊവ്വാഴ്ച ദാനം ചെയ്യുക. സാധിക്കുമെങ്കിൽ ഉഗ്രനാരായണ ക്ഷേത്രം സന്ദർശിക്കുക, അല്ലെങ്കിൽ രാവിലെ എണീച്ച് സൂര്യനെ തൊഴുകുക. അമിതമായിട്ടുള്ള ചിന്ത ഒഴിവാക്കുക. കാര്യങ്ങൾ അനുകൂലമാക്കാൻ താൽക്കാലികമായിട്ട് ഒരു പ്രതിസന്ധി നിങ്ങൾ നേരിടേണ്ടതുണ്ട്. ഞാൻ ഒരു പ്രൊഫഷണൽ ആസ്ട്രോളജിസ്റ്റ് അല്ല, ഞാൻ ബേസിക്കലി ഒരു സൈക്കോളജിസ്റ്റാണ്. ഞാൻ യൂടോക്ക് ഇന്നർ വോയിസ് എന്ന ചാനലിൽ ഡാർക്ക് സൈക്കോളജീനെ പറ്റിയിട്ട് വീഡിയോ ചെയ്യുന്നുമുണ്ട്. അതിൽ നിങ്ങൾ ആരെങ്കിലും പറ്റിക്കാൻ വരുന്നുണ്ടോ, നിങ്ങൾ ആരെങ്കിലും നശിപ്പിക്കാൻ വരുന്നുണ്ടോ, അങ്ങനെ നിങ്ങൾക്ക് എങ്ങനെ വിജയിക്കാം, നിങ്ങൾക്ക് എങ്ങനെ പല കാര്യത്തിലും വിജയിക്കാം എന്ന ടോപ്പിക്സൊക്കെയാണ് ഞാൻ അതിൽ ഇടുന്നത്. പക്ഷേ ഞാൻ സൈക്കോളജിയിൽ എലക്റ്റീവ് പേപ്പറായിട്ട് ആസ്ട്രോയും സൈക്കോളജിയും ഒന്നാണ് എന്നുള്ള രീതിയിൽ ഒരു പേപ്പർ ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആസ്ട്രോളജിയിൽ ഇപ്പോൾ നിങ്ങളുടെ നക്ഷത്രം ഏതാണോ ആ നക്ഷത്രത്തിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ സ്വഭാവം എന്ന് ആസ്ട്രോളജി എഴുതിയിട്ടുണ്ട്. ആ സ്വഭാവത്തിനനുസരിച്ചായി നിങ്ങൾ നിങ്ങളുടെ തീരുമാനം എടുക്കുക. അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ ഭാവിയും പോവുക. അപ്പോൾ ഞാൻ ഇതെൻ്റെ കൂട്ടുകാരുടെ അടുത്ത് അവരുടെ ഭാവി പ്രവചിക്കുമ്പോൾ അവരാദ്യം വിശ്വസിച്ചില്ല. പക്ഷേ കാലക്രമേണ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ അന്ന് പറഞ്ഞത് ശരിയായി എന്നുള്ളത്. അപ്പോൾ അതും കൊണ്ടാണ് ഞാൻ ഇത് വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത്.